നമ്മുടെ വേദിയിലിരിക്കുന്ന സുപ്രഭാതം പത്രത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജനാബ് മുസ്തഫ മാസ്റ്റർ അവർകൾ, അതുപോലെ നമ്മുടെ TP ചെരുപ്പ മാനേജിംഗ് ഡയറക്ടർ സുപ്രഭാത ദിനപത്രം അവർകൾ, അതിനൊപ്പം നമ്മുടെ സുപ്രഭാത ദിനപത്രത്തിൻ്റെ ഡയറക്ടർ മോയിൻകുട്ടി അവർകൾ, അതുപോലെ നമ്മുടെ ബഹുമാന്യനായ MLA ജനാബ് നജീബ് കാന്തപുരം അവർകൾ, അതുപോലെ സുലൈമാൻ ദാരിമി ഉസ്താദ് അവർകൾ, ഡോക്ടർ മാഹി, അതുപോലെ PM ഗഫൂർ സാഹിബ്, MA ഗഫൂർ സാഹിബ്, മുജീബ് സാഹിബ്, എല്ലാവർക്കും, അതുപോലെ ഇവിടെ ഈ എഡ്യു എക്സ്പോ ഇവിടെ സുപ്രഭാത ദിനപത്രം സംഘടിപ്പിച്ച ഈ എക്സ്പോക്ക് വന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ അധികം സന്തോഷം തോന്നുന്നു. കാരണം 4 വർഷം വളരെ വിജയകരമായിട്ട് സുപ്രഭാത ദിനപത്രം ഈ എഡ്യു എക്സ്പോ സംഘടിപ്പിച്ച് 4 വർഷം പൂർത്തിയായി. ഇത് 5ാമത്തെ വർഷത്തിലേക്കാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. എഡ്യൂക്കേഷൻ യുവാക്കൾക്കും ചെറുപ്പക്കാർക്കും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ്. സെൽഫ് ഡെവലപ്മെൻറ്റും സെൽഫ് ഗ്രോത്തിനും വിദ്യാർത്ഥികളുടെ പൊട്ടൻഷ്യലും സ്കിൽസും ടാലൻസും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത് ഒരു സമൂഹത്തിൻ്റെ അനിവാര്യതയാണ്, അതിൻ്റെ ആവശ്യമാണ്. ഹയർ സ്റ്റഡീസിന് ഉപകാരപ്പെടുന്ന രീതിക്കുള്ള 50ഓളം നമ്മുടെ ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യത്തു നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റോളുകളാണ് ഇവിടെ സംഘടിപ്പിച്ച് നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് അത് കാണാനും മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നത്. അത് ശരിക്കും ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിനും നിങ്ങളുടെ സ്കിൽസും ടാലൻസും പൊട്ടൻഷ്യൽ പൂർണ്ണമായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ നടപടിയും നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. കാരണം ഇന്ത്യ ഒരു വളരെ യങ് കൺട്രിയാണ്. നിയർലി 140 crore പോപ്പുലേഷനാണ് ഇന്ത്യയത്. ഈ 140 കോടി ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉള്ളത് യുവാക്കളാണ്, ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഗ്രോത്തിനെ ശരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് യുവാക്കളും ചെറുപ്പക്കാരും വിദ്യാർത്ഥികളുമാണ്. ഈ രാജ്യത്തിന് നല്ല നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡും നമ്മുടെ പോപ്പുലേഷനും പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ എഡ്യൂക്കേഷൻ ഈസ് എ വെപ്പൺ, ഇറ്റ്സ് എ ടൂൾ. It is a tool for our country's growth as well as community's growth. Nearly 20% minorities ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇത് പറയാനുള്ള കാരണം കാലിക്കറ്റും തൊട്ടടുത്തുള്ള ഡിസ്ട്രിക്ട്സും ഒക്കെ മൈനോറിറ്റി കോൺസെൻട്രേറ്റഡ് ഡിസ്ട്രിക്ട്സ് ആണ്. അതുകൊണ്ട് ഇവിടെ ഇതുപോലത്തെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി ഇത് എല്ലാവർക്കും ഉള്ളതാണ്. പ്രത്യേകിച്ച് മൈനോറിറ്റീസിന്, കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയും എല്ലാ കമ്മ്യൂണിറ്റിയുടെ കോൺട്രിബ്യൂഷൻസും എല്ലാ കമ്മ്യൂണിറ്റിയുടെ കൂട്ടായ്മയും അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിൻ്റെ ഡൈവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് രാജ്യം ലോകത്തിൽ എവിടെയുണ്ടെങ്കിൽ അത് നമ്മുടെ ഇന്ത്യ രാജ്യമാണ്. We believe
in the age-old principle of unity in diversity. അത് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് ആയിട്ടുള്ള സമൂഹം ആണ് നമ്മുടെ രാജ്യം. ഈ ഡൈവേഴ്സിറ്റി നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തി അത് നല്ല ഒരു ഐക്യത്തോടെ കൊണ്ടുവന്ന് നമ്മുടെ സമൂഹം എങ്ങനെ നമുക്ക് വളർത്താൻ പറ്റും, അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ സുപ്രഭാത ദിനപത്രം വർക്കപ്പാട് ചെയ്യുന്നത്. ദിസ് യു ഷുഡ് റിയലി യൂസ് ഇറ്റ് fruitfully for your own development, for your own growth, and you should try and explore every possibility. ഏതെല്ലാം രീതിക്ക് നിങ്ങൾക്ക് നിങ്ങളെ ഭാവി സുരക്ഷിതമാക്കാൻ പറ്റും, ഏതെല്ലാം രീതിക്ക് നിങ്ങളെ ഭാവിയിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന കാര്യം നേടാൻ പറ്റും, ഏതെല്ലാം രീതിക്ക് ഈ വിദ്യാഭ്യാസം ഒരു ആയുധമായി നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും അതിനുള്ള എല്ലാ പരിശ്രമവും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്, ഒരു അഭ്യർത്ഥനയാണ്. കാരണം നമ്മുടെ കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും നല്ല എക്സ്പോഷറും നല്ല എഡ്യൂക്കേഷനും നല്ല ക്വാളിഫിക്കേഷനും ഉണ്ടെങ്കിൽ അത് ശരിക്കും അവരുടെ സമൂഹത്തിലും കാണും, പ്രത്യേകിച്ച് ലേഡീസ്, ഗേൾസ്. കാരണം നമ്മളിവിടെ ഗേൾസിന് എഡ്യൂക്കേഷനിൽ പ്രോത്സാഹനം കൊടുത്ത് അവർക്ക് പഠിക്കാനുള്ള മോട്ടിവേഷൻ കൊടുത്ത് അവർക്ക് അതിനുള്ള ഒരു അവസരം അല്ലെങ്കിൽ സൗകര്യം ഒരുക്കപ്പാട് ചെയ്യേണ്ടത് അനിവാര്യമാണ്. കാരണം ഇൻ എ ഫാമിലി ഇഫ് ദ ഗേൾ ഈസ് എഡ്യൂക്കേറ്റഡ് ദ ഫാമിലി വിൽ ഓട്ടോമാറ്റിക്കലി കം അപ്പ്. അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഇവിടെ സമയവുമില്ല, പ്രസക്തിയുമില്ല. ഇവിടെ വന്ന എല്ലാ ചെറുപ്പക്കാർക്കും നിങ്ങൾ ഈ വിലപ്പെട്ട ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണം, നന്നാക്കണം. യൂസ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു ദ ബെസ്റ്റ് ഓഫ് യുവർ എബിലിറ്റി ടു കം അപ്പ് ഇൻ ലൈഫ്, ടു ഗ്രോ ആൻഡ് ബി മോഡൽ സിറ്റിസൻസ് ഓഫ് ദിസ് കൺട്രി. And people should emulate you. That kind of a role model you should be for the society, and use this opportunity to become role model to ensure that you become good citizens in the country and you are fruitful and helpful to the society and you are able to uplift our community as well. With these words, എൻ്റെ കർത്തവ്യം ഉദ്ഘാടന ചടങ്ങാണ്. സുപ്രഭാത ദിനപത്രത്തിന് എല്ലാവിധ ആശംസകൾ. ഈ പരിപാടി ഒരുക്കപ്പാട് ചെയ്തതിൻ്റെ സംഘാടകർക്കും ഇതിൻ്റെ എല്ലാ ഓഫീസ് ബെയറേഴ്സിനും ഇതിന് ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്ത് റഷീദ് അവർകൾ, അതുപോലെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ ഔപചാരികമായിട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജയ് ഹിന്ദ്.